ആക്രമണം നേരിട്ട ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ച സമയത്തിലും മറ്റു രേഖകളിലും പൊരുത്തക്കേട്. ഈ മാസം 14 പുലർച്ചെ 2:30-ക്കാണ് ആക്രമണം ഉണ്ടായതെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചത് 4:10 എന്നാണ് ആശുപത്രിയിലെ രേഖ. നടനൊപ്പം ഉണ്ടായിരുന്ന ആരെന്നതിലും മുറിവുകളുടെ എണ്ണത്തിലും പൊരുത്തക്കേടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, അല്ലെങ്കിൽ തന്നെ ഒരു ശസ്ത്രക്രിയ നേരിട്ട ഒരാൾക്ക് 4-ാം നാൾ അങ്ങനെ നടന്ന് മിടുക്കനായി വീട്ടിലേക്കൊക്കെ നടന്നു വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ നെറ്റിസൺസ് ചോദിക്കുന്നുണ്ട്. ആകെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടോ മൊത്തത്തിൽ ശ്രീനാഥ്? പുറത്തു വരുന്ന രേഖകൾ ഒരുപക്ഷെ അനാവശ്യമായിരിക്കാം. അങ്ങനെ ഒരു സംശയങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സഞ്ജയ് നിരുപം ശിവസേന നേതാവ് പറഞ്ഞതുപോലെ 4 ദിവസത്തിനുള്ളിൽ തന്നെ 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാൾക്ക് ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് ഈ തുള്ളിച്ചാടി വീട്ടിലേക്ക് വരാൻ കഴിയുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള മറുപടി ഡോക്ടർമാർ പറയുന്നത് വൈദ്യശാസ്ത്രം അത്രയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്, അത്ര ഗുരുതരമായ രീതിയിലേക്ക് ഈ കുത്ത് എത്തിയിരുന്നില്ല നട്ടെല്ലിൽ എന്നതൊക്കെയാണ് ഡോക്ടർമാർ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞത്. ഏതായാലും അങ്ങനെ അത്തരം ചോദ്യങ്ങൾ അവസാനിക്കുമ്പോഴാണ് മറ്റ് സംശയങ്ങൾ പുതുതായി ഇങ്ങനെ ഉണ്ടാകുന്നത്. അത് ഈ ഡോക്ടർമാർ ആശുപത്രിയിൽ നിന്ന് പോലീസിന് നൽകിയ രേഖകളിലെ ചില വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ്. ആശുപത്രിയിൽ എത്തിയത് ഈ രേഖകൾ പ്രകാരം 4:10 എന്നതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അഫ്സാർ സെയ്ദി എന്നൊരാളാണ് ഇവിടെ എത്തിച്ചത് എന്നതും ഈ രേഖകൾ പ്രകാരമുണ്ട്. പക്ഷേ ഇത് പിന്നീട് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഈ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നതിന് ഇടെ എപ്പോഴെങ്കിലും എഴുതിയതാവാം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അല്ലാതെ 4 മണിക്ക് ശേഷമാണോ എത്തിയത് എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണം ഈ രേഖകൾ വെച്ചുകൊണ്ട് നമുക്കത് സ്ഥിരീകരിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2:30-യോടെ സംഭവം ഉണ്ടാകുന്നു. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് 3 മണിയോടെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ രേഖയിൽ എങ്ങനെ ഇങ്ങനെ വന്നു എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ നിന്ന് ഒരു വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. ഈ അഫ്സാർ സെയ്ദി സെയ്ഫ് അലി ഖാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. ചില കമ്പനികളിലൊക്കെ സഹോടമസ്ഥതയുണ്ട്. മറ്റ് ചില സെലിബ്രിറ്റികളുമായൊക്കെ ഹൃത്തിക് റോഷനുമായൊക്കെ ബന്ധമുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ഈ നെറ്റ്വർക്കിൽ ഇവരുടെ ഒരു സർക്കിളിൽ വരുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യത്തിലേക്ക് എത്തിയത്, ഈ സമയം എങ്ങനെ എത്തി, അദ്ദേഹമാണോ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ യാതൊരു പ്രതികരണത്തിനും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ചില വിവരങ്ങൾ പുറത്തു വരാനുള്ളതാണ് ഇങ്ങനെ ആളുകൾക്കിടയിൽ ഒരു സംശയമൊക്കെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതേസമയം പ്രതി ഈ പിടിക്കപ്പെട്ട ആൾ തന്നെയാണ് എന്ന് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. ഈ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റുകൾ ഈ പ്രതിയുടേതുമായി മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു. അതേസമയം CCTV ദൃശ്യങ്ങൾ കണ്ട ആളല്ല തൻ്റെ മകൻ ഇപ്പോൾ അറസ്റ്റിലായ പ്രതി എന്നത് ഈ പ്രതിയുടെ അച്ഛൻ കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. ബംഗ്ലാദേശുകാരനാണ്. ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം തൻ്റെ മകനല്ല എന്നൊരു അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് തൻ്റെ മകൻ എപ്പോഴും ഷോർട്ട് ഹെയർ വെക്കുന്ന ആളാണ്, ഈ CCTV കാണുന്നത് ലോങ് ഹെയർ ഉള്ള ഒരു നീളൻ മുടിയുള്ള ആളാണ് എന്നതാണ്. ഹാഷ്മി, അങ്ങനെ ആകെ മൊത്തം അടിമുടി ദുരൂഹത കേസിലുണ്ട്. മൊത്തത്തിൽ പ്രതി അത് അല്ലാതെ എന്താണ് ഹോസ്പിറ്റലിൽ എത്തിച്ച സമയം, ശസ്ത്രക്രിയ 6 മണിക്കൂറിനുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സെയ്ഫ് അലി ഖാൻ വീട്ടിലേക്ക് നടന്ന് ഓടി ഒക്കെ പോയ കാഴ്ച, എന്തൊക്കെയോ സംശയം ചില ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ട്. നോക്കാം ഇടവേള.